സാറേ അത്തകളെല്ലാം സെറ്റായി കേട്ടാ. വെരി ഗുഡ് അഷ്ടാമൃതൻ ആൻഡ് പാർത്ഥസാരഥി. ഇനി ഒരു ഐറ്റം കൂടി കിട്ടിയാൽ മാത്രം മതി. വാട്ട്സ് ദാറ്റ്? അത്തം ഇടാനുള്ള പൂവ്. ഓ ഹേ, പൂവല്ലേടോ പൂക്കളത്തിന്റെ മെയിൻ. അതില്ലാതെ എങ്ങനെയാടോ? പൂക്കടയില് പൂവെല്ലാം തീർന്നു സാറേ. ഹീസ് ലൈയിങ് സാർ. കടയിൽ റെഡിമെയ്ഡ് അത്തപ്പൂക്കളം ഉണ്ടായിരുന്നതാണ്. ഞാനത് അവന്റെ അടുത്ത് വാങ്ങാൻ പറഞ്ഞതുമാണ്. റെഡിമെയ്ഡ് പൂക്കളമോ? ഇവൻ പറയണ റെഡിമെയ്ഡ് അത്തം എന്താണെന്ന് അറിയാമോ സാറേ? നെഞ്ചത്ത് വെക്കണ റീത്ത്. അഷ്ടാമൃതൻ വാട്ട് ഈസ് ദിസ്? അതിലെ ആദരാഞ്ജലികൾ മാറ്റിയിട്ട് ഹാപ്പി ഓണം എന്നാക്കിയ പോരി. മതി. എന്നിട്ട് ആദരാഞ്ജലിയുടെ സ്റ്റിക്കറെ നിന്റെ നെഞ്ചത്തിൽ തൊട്ടിക്കാം. സമയം രാത്രി 9 മണി. ഇനി പൂവിന് എവിടെ പോടോ? 10 മണി ആവട്ടെ സാറേ. 10 മണിയായാൽ എവിടെന്നെങ്കിലും പൂ കിട്ടുമോ പാർത്ഥസാരഥി? പൂവ് കിട്ടൂല. ക്യാനീനിൽ നല്ല ചൂട് ചോറും മീൻ പൊരിച്ചതും കിട്ടും. കുക്കു പുഷ്പം നമ്മടുത്ത് പറഞ്ഞു. മീൻ തിന്നിട്ടെ അതിന്റെ മുള്ളും തലി എടുത്ത് നമുക്ക് കത്തയിടാം. വേണ്ട സാർ, മീനിന്റെ സ്മെല്ലടിക്കും. ആ ശങ്കരനും കൃഷ്ണനും അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ പേത്തലയന്മാർക്ക് ഓണപരിപാടി ഏൽപ്പിക്കല്ലേ എന്ന്. ചെലവായല്ല. എന്നാ പിന്നെ നമുക്ക് അത്തത്തിന്റെ പോസ്റ്റർ തറയിൽ അങ്ങ് വിരിച്ചിടാം. കഴിഞ്ഞ 5 കൊല്ലവും നമ്മൾ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയാണ് പൂക്കൾ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്. ഇനിയിപ്പോ 6ാമത്തെ കൊല്ലവും പോസ്റ്റർ തന്നെ പോട്ടെ സാർ. 7ാമത്തെ കൊല്ലം നമുക്ക് മാറ്റി പിടിക്കാം. പറ്റില്ല. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വാക്ക് കൊടുത്തതാണ് ഞാൻ. എന്റെ വാക്ക് മാറ്റാൻ പറ്റില്ല. ആനുവൽ ഡേ അന്ന് മോഹൻലാലിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് സാറ് കൊണ്ടുവന്നത് ആരാ? തെങ്ങ് കയറാൻ പറഞ്ഞ മോഹനൻ മാമന. രണ്ടുപേരും ഉയരങ്ങൾ കീഴടക്കിയവരാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. സാർ, നമുക്ക് കളർ പേപ്പർ പിച്ച് അത്തപ്പൂക്കളം ഇട്ടാൽ എങ്ങനെയിരിക്കും? വാപ്പളൊന്ന് കുത്തിയിരിക്കും. ഇത് ഡിസ്ട്രിക്ട് ലെവൽ അത്തപ്പൂക്കളം കോമ്പറ്റീഷൻ ആണ്. എന്നാ പിന്നെ നമുക്ക് മത്സരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താടോ? നമുക്ക് പ്രോത്സാഹന സമ്മാനം പോലും കിട്ടൂലല്ല. നീ എന്താടാ ചിരിക്കാത്ത? നീ ഇന്നലെ ഞാൻ പറഞ്ഞ കോമഡിക്ക് ചിരിച്ചില്ല, അതുകൊണ്ട് ഞാനും ചിരിക്കുന്നില്ല. ഐ വിൽ നോട്ട്. എടല്ലേ പൈല് തന്നെ കിടന്നുറങ്ങുന്നു മോനെ ശങ്കരാപ്പൂ. ആറാ സ്വപ്നത്തിൽ തെറി വിളിക്കണ? ആ തെറിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. മോനെ ശങ്കരാപ്പൂ എന്നല്ല, ശങ്കരാപ്പൂ മോനെ. ശങ്കരൻ കൃഷ്ണ ഉണരൂ, എന്നെ സഹായിക്കണം. സഹായിക്കാൻ പറ്റില്ല. എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലേ? അതിന് നമ്മളെന്തിനു വിളിക്കണം? അവരെ സർവീസ് സെന്ററിൽ വിളിച്ചാൽ മതി. കസ്റ്റമർ കെയർ നമ്പർ 1800-7340-8390. അടപ്രഥമനും പാൽപ്പായസവും എന്നെ വൽപ്പിച്ചു. ആള് മാറിയെന്നേ ഉള്ളൂ, അവസ്ഥ സെയിം തന്നെ. നിങ്ങളൊന്ന് ഇറങ്ങണം. സോറി, നമുക്കൊന്ന് ഉറങ്ങണം. നാളെ പൂക്കളമിടാൻ പൂവില്ല. പൂ പറിക്കാൻ രാത്രി നമ്മളും പോവില്ല. പ്ലീസ് ശങ്കരാനൻ കൃഷ്ണൻ, ഒന്ന് തപ്പിയിട്ട് വരൂ. തപ്പാൻ പറ്റില്ല, വേണമെങ്കിൽ അപ്പിയിട്ട് വരാം. സാറാ വേട്ടാവളിയന്മാരെ വിളിച്ചോണ്ട് പോയിട്ട് വാ. എനിക്ക് പോവാൻ പറ്റില്ല. കുക്കു പുഷ്പനോട് സാമ്പാർ ഉണ്ടാക്കാൻ നിൽക്കണം. അവന്റെ സാമ്പാർ ഉണ്ടാക്കൊക്കെ അറിയാമല്ലോ. ഞാൻ ഇല്ലെങ്കിൽ അവൻ മലക്കറി വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചളയും. ഓണപ്പരിപാടി നമ്മളെ തന്നാ കൊളാവോന്ന് കരുതിയില്ലേ അവന്മാരെ ഏൽപ്പിച്ചത്. ഇപ്പൊ എന്തരായി? ഇപ്പോ കുളമല്ല, അതൊരു കായലായി. നിങ്ങൾ മണ്ണിട്ടൊന്ന് മൂടിത്തരണം. ശങ്കര മഹാദേവ, നീ പോയിട്ട് വാ. നീ കൂടെ വാ. സമാധാനമായി. സാർ, ഇവിടെ സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിരുന്ന മത്തങ്ങ തണ്ണിമത്തനാണെന്നും പറഞ്ഞവൻ ജ്യൂസ് അടിച്ച് കുടിക്കുന്നു. അയ്യോ, അതെ, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉപദ്രവം മാത്രമേ അവന്മാര് തരൂ. എന്നാൽ ഒറ്റെണ്ണം കൂടെ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൂടെ പൂ പറിക്കാനായിട്ട്? അയ്യോ, അവന്മാര് വേണ്ട സാറേ. രാത്രിയല്ലേ, ഇരുട്ടാണ്, അതുകൊണ്ട്. ഇരുട്ട് ടോർച്ചടിച്ചാൽ മാറും. യവന്മാരെ കൊണ്ടുപോയാലേ ആ ടോർച്ച് എടുത്ത് അവന്മാരെ മണ്ടക്കടിക്കേണ്ടി വരും. സാരമില്ല, അടിച്ചിട്ടോളൂ. ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി. ഞാൻ റെഡിയായി. പൗഡർ അത്രയൊക്കെ പൂശി മക്കളത് എങ്ങോട്ട്? വെളിക്ക് പോകാൻ ഇറങ്ങിയാലും ഞങ്ങൾ ഒരുങ്ങിയാണ് പോകാറ്. അതാണ് ഇല്ലത്തെ പാരമ്പര്യം. പാൽപ്പൊടി എവിടെ? അവൻ ബാഗ് പാക്ക് ചെയ്യുന്നു. പൂ പറിക്കാൻ പോണതാണ്, അല്ലാതെ ട്രിപ്പിന് പോണതല്ല. കിഴിച്ചോളി നിൽക്കാതെ കിഴങ്ങനെ പോയി വിളിയടോ. പാരറ്റു. രാത്രി ഭയങ്കര ഇരുട്ടല്ലേ? യെസ്, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? വലിച്ചോണ്ടിരുന്നേനാ. ഉണ്ടാതിരിടാ രണ്ടെണ്ണോ. ഇവിടെ രാത്രി ഈട്ടത്തി എങ്ങനെ പൂ തപ്പാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഉമ്മോര ആലുവയിലുള്ള എഡിസൺ. കണ്ടോ പാർത്തു, കഴിവുള്ളവർ കണ്ടുപിടിക്കുമ്പോൾ കഴിവില്ലാത്തവർക്ക് പിടിക്കില്ല. ഇരുട്ടിട്ട് പോയി തപ്പട്ടെ പട്ടികൾ. തന്നെ പറയും പോലെ ഓണങ്ങ് എത്താറായല്ലേ? അല്ലാതെ ഓണത്തിന് അങ്ങോട്ട് തിരക്കി പോകാൻ പറ്റൂലല്ല. എന്നാലും മാവേലി പാതാളത്തിന് പൊങ്ങി വരുമ്പോൾ എവിടെയായിരിക്കും ആദ്യം വരുന്നത്? തമ്പാനൂര് ബസ് സ്റ്റാൻഡില് എന്ത് കാണാൻ പോണാ? എന്റെ പൊന്നു വാമന, ഇനി ചവിട്ടിത്താത്തപ്പോഴേ മാവേലി ഇല്ല ചവിട്ടിത്താക്കാനുള്ള യൗമാർ രണ്ടെണ്ണത്തിനെയാണ്. എന്തൊരു ശല്യം ഇത്. സാറ് പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ കൂടെ വന്നത്. നമ്മളെ പിണക്കിയാലേ നമ്മൾ അങ്ങ് തിരിച്ചു പോവും. എങ്കിൽ തിരിച്ചു പോയിണ്ടാ. പാർത്തു, നമുക്ക് പോകാം. തിരിച്ച് പോകാനുള്ള വഴി നിനക്കറിയാമോ? ഞാൻ ഒരു വെയിറ്റിന് വേണ്ടി പറഞ്ഞതല്ലേ. സാറിനെ നിന്ദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് നമ്മളും കൂടെ വരുന്നു. അതെ,
ഇപ്രാവശ്യം പുലിക്കളിയെങ്കിലും ഉണ്ടാ. കഴിഞ്ഞതിനൊക്കെ നമ്മൾ പരിപാടി എടുത്തപ്പോഴേ പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളായിരുന്നു പുലിയുടെ വേഷം കെട്ടി ആടിയത്. കഴുതകള് വേഷം കെട്ടിയാ പുലിയാവൂല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളാണ് പുലികളായിട്ട് ഇറങ്ങാൻ പോണത്. ഇപ്രാവശ്യം അപ്പൊ കുരങ്ങുകൾ കാണാം. അതെ, പൂവൊക്കെ പെട്ടെന്ന് പറിക്കണം. നാളത്തെ ഉറിയടിക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ശങ്കര, ഉറി വലിക്കണത് ഞാൻ തന്നെ. കറക്റ്റ് അവന്റെ നെറുകം തലയിൽ ഉടച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റ്. അതെനിക്ക് കേട്ടാ മതി. ദാ ഇവിടെ ചെമ്പരത്തി പൂ നിക്കാണ്. പറിച്ച് ചെവിയിൽ വേ. അല്ല, പറിച്ച് കവറിൻ്റെ അകത്തിടാൻ ആവശ്യം വരും. തൂമ്പപ്പൂ. എന്നാ അത് പറിച്ച് കിളച്ചിടടേ. തുമ്പപ്പൂവിന് തൂമ്പൂന്ന് എന്റെ പൂ. അഷ്ടാമൃത, ദാ നോക്ക്, ആ വീട്ടിൽ കുറെ പൂക്കൾ നിൽക്കണം. കേറി ഇങ്ങ് പ്ലക്കിയാല. അയ്യോ, അത് വീടൊന്നുമല്ല, നഴ്സറിയാണ്. അവിടെ കയറി പൂ പ്ലക്കാൻ നിന്നാലേ അവിടുത്തെ പട്ടികൾ നിന്നെയൊക്കെ കയറി പ്ലക്കും. പട്ടികൾ എന്നെ ഒന്നും ചെയ്യില്ല. അറിയാ, അതൊക്കെ വർഗസ്നേഹം കാണിക്കാതിരിക്കൂലല്ലേ. കുറെ നേരമായി you guys are insulting us. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആവാം. സെപ്പറേറ്റ് ആവാൻ നിന്നെയൊക്കെ നമ്മൾ കിട്ടിയിക്കണ. സെപ്പറേറ്റിംഗ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഏടേ, ഒന്നാമത് അറിവിടാത്ത സ്ഥലമാണ്. ഷോ കാണിച്ചിറങ്ങി പോയാലേ ഇരുട്ടത്ത് മൂട്ടി തന്നെ കിട്ടും. ഇരുട്ടെന്നെ ഞങ്ങളെ പിടിച്ച് മൂക്കി കയറ്റുമോ? മുറുക്കെ പിടിച്ചോ പറ്റൂ. നീ ആരടുത്ത് പറയണ? എൻ്റെ അടുത്ത് തന്നെ. എനിക്ക് ഇരുട്ട് പേടിയാണ്. അവന്മാരത്ത് പറയണ്ട. ബാ പോവാ. ഇവിടെയൊന്നും ഒരു പൂ പോയിട്ടൊരു കാ പോലും ഇല്ല. പിന്നെ അഷ്ടു, നിനക്കൊരു കാര്യം അറിയാമോ? രാത്രിയാണ് പ്രേതം ഉറങ്ങണം. എന്റെ വിശ്വാസം. രാമ 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 ഈശ്വര കാത്തോളിനെ. പേടി തൊണ്ടൻ. അഷ്ടു, നോക്കടാ, ആ വീട്ടിൽ കുറെ പൂക്കൾ നിൽക്കാണ്. കണ്ടിട്ട് ആരുമില്ലെന്നാണ് തോന്നുന്നത്. പോയി പ്ലക്കിയാല. പട്ടി കാണുമോ? നീയല്ലേ പറഞ്ഞത് അവന്മാരുടെ അടുത്ത്, നിന്നെ കണ്ട പട്ടി ഒന്നും ചെയ്യൂലാന്ന്. പട്ടിയെ കണ്ട നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ ഒരു ബൊണ്ണ തന്നെ. എന്നാ നീ ഇവിടെ നില്ല്, ഞാൻ പോയി പ്ലക്കട്ട്. ഇപ്പൊ യക്ഷി വരും. കാട് പിടിച്ച് കിടക്കണ വീട്, പക്ഷേ മുറ്റത്ത് നിറയെ പൂക്കള് നിക്കാണ്. ഇങ്ങനെയുള്ള കാട് പിടിച്ച വീടൊക്കെ ഞാൻ പ്രേതപ്പടത്തിലേ കണ്ടിട്ടുള്ളൂ. അയ്യോ, പ്രേതം പ്രേതം. മൂത്രം പോയി, മൂത്രം പോയി. മിണ്ടാതിരുന്ന് പൂ പറയടാ. പാർട്ട് ഒരു മോതിരം എടുത്ത് വെച്ചേരാ. നിന്റെ എൻഗേജ്മെന്റ് എന്നേ പെണ്ണിന്റെ വിരലിൽ ഇട്ടുകൊടുക്കാല്ല നിനക്ക്. പാർത്തു. ചന്തം നോക്കി നിൽക്കാതെ ഇരുന്ന് പറ. പോയവന്മാരെ കാണാനില്ലോടെ. റഫ്ലേഷ്യ തപ്പിപ്പോയി വല്ല പൊട്ടക്കണക്കിലും വീണ് കാണും. പോയി തപ്പണോ? വേണ്ട, പോണെങ്കി പോട്ട്. പൊട്ടക്കണറ്റില് ധൈര്യശാലകൾ വീഴൂലടാ. കണ്ടോടെ നിറച്ചിപ്പൂ. വാ, എന്തൊരു മൂത്രത്തിന്റെ നാറ്റം. എടാ ഷൊണ്ണേ, നീ ശരിക്കും പെടുത്തല്ലേ മുതുക്ക. പതുക്കെ പറ, നാറും. ഇനി എന്ത് നാറ? നാറ്റം അങ്ങ് അടിക്കണം, നാറി. എനിക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നും. ഐ എം വെൽ പ്രിപ്പയർഡ്. ഇത് പിടി. ഇത് എന്തോന്ന് സാധനം വാരി തേക്കണ? ഏത് നാറ്റത്തിനെയും സുഗന്ധമാക്കി മാറ്റാൻ പറ്റുന്ന അത്തർ. എങ്ങനെയുണ്ട്? ഇപ്പൊ രണ്ടും കൂടെ ചേർന്ന് കെട്ട വാടടിക്കാണ്. മിണ്ടാതിരി. ഹോസ്റ്റൽ വഴി സഹിച്ചാൽ മതി. അവിടെ എത്തിയിട്ട് ഞാൻ കുളിച്ചോളാം. കുളിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ട് നാറി. ഇതിനിപ്പോ മൂത്രത്തിന്റെ നാറ്റം. എടുത്ത് കളയടാ അതിനാ. ഏതോ മരപ്പട്ടി പെടുത്തു വെച്ച പൂവാണെന്ന് അമ്മ പറിച്ചുകൊണ്ട് വന്ന. താങ്ക് യു ശങ്കരൻ ആൻഡ് കൃഷ്ണൻ. നമ്മളത്തല്ല താങ്ക്സ് പറയാനുള്ള, അവന്മാരുടെ അടുത്ത് തന്നെ. അവരുടെ മൊത്തം പൂ പറിച്ചത് നമ്മളെ കൂടെ പോയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ട് ഒരു ഉപയോഗമില്ല. പഠിക്കയില്ല, കുളിക്കയില്ല, നനയ്ക്കയില്ല. മോനെ പാർത്തു, നീ അഷ്ടൂനെ വിളിച്ചോണ്ട് പോവാ. ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മക്കാ നിങ്ങൾക്ക് പഴങ്കഞ്ഞിയുണ്ട്. അത് മോന്തിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. യൂസ്ലെസ് ഫെല്ലോസ്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, പണി കൊടുക്കാം. പോയി കിടന്നുറങ്ങാം. പാർത്ത് പറഞ്ഞതുപോലെ ഈ മോതിരം എൻഗേജ്മെന്റിന് എൻ്റെ പെൺകുട്ടിയുടെ വിരലുകളിൽ അണിയിക്കണം. പക്ഷെ അതുവരെ എൻ്റെ വിരലിൽ കിടക്കട്ടെ. അഷ്ടു, നീ വാടാ, ബിരിയാണിക്ക് സാറ് വിളിക്കണ്. തോന്നിയത് ആയിരിക്കും. എവന്റെ റൂമിൽ കാണല്ല. അഷ്ടാമൃതൻ, ഇത് എന്തൊരിവിടാ? ഞാൻ എന്തൊരു
വല്ല ഹോസ്റ്റലും മാറി കേറിയ ഇതെന്തോന്ന് ഗേൾസ് ഹോസ്റ്റലാ? തക്കത്തിത്തില്ലാണ് തക്കത്തി തക്കത്തിത്തില്ലാണ് തക്കത്തി തത്തത്തത്തിക്കത്തത്തത്തിക്കത്തത്തിക്കത്തത്തിക്കത്തം. സാറേ ഓടി വരണം, അടപ്രഥമന് ഭ്രാന്ത് മൂത്ത്. എന്താടോ കിടന്ന് കൂകി വിളിക്കുന്നത്? സാരി കൊടുത്ത് ചാന്തക്കുടഞ്ഞൊരു സൂര്യൻ മാനത്തി. അഷ്ടാമൃതനല്ലേ? അഷ്ടാമൃതൻ ക്ലാസിക്കൽ ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ, എനിക്കറിയാമേല. ഇവൻ എവിടെ നിന്ന് സാരി കിട്ടി? ഓക്കെ, അഷ്ടാമൃതൻ പ്രാക്ടീസ് ഒക്കെ നാളെ രാവിലെ മതി. ഇപ്പൊ സമയം കുറെ ആയി, കിടന്നുറങ്ങു പോയി. എനിക്ക് പാട്ട് വേണം, നൃത്തം ചെയ്യാൻ എനിക്ക് പാട്ട് വേണം. നിനക്ക് പാട്ടല്ല കോപ്പ് തരാ. ഏതമ്മയുടെ സാരിയടാ ഇത്? എനിക്ക് പേടി പേടി തേടേ. കള്ളുറൊക്കെ മാറി. വിടടോ അവനെ, വിടടോ. സാറേ പാട്ട് പാടിക്കൊട്, ഇല്ലെങ്കിൽ യവ എന്നെ കൊല്ലും. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. ഫ്രണ്ട്സ്, പുസ്തകത്താളുകൾ സ്വപ്നങ്ങളിൽ സ്വന്തമാക്കാം. നീ പോയി ശങ്കരനെ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വാടാ. ഓ മൈ ഫ്രണ്ട്സ്, നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. ശങ്കരകൃഷ്ണ വേഗം എണീര്. ദോ അടപ്രഭ അവിടെ സാരി ഉടുത്ത് നിക്കാണ്. എനിക്ക് വന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ കൺഫേം ആയി. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം. സാറവിടെ തൊള്ള പൊട്ടി പാട്ട് പാടാണ്. അങ്ങേർക്ക് പഠിപ്പിക്കാനേ അറിഞ്ഞൂടാ, അതിന്റെ കൂടെയാണ് പാട്ടും. കഷ്ടായിരിക്കും. എണീര് എണീര്. ഇതെന്തൊരു കഷ്ടം ഇത്. ഒരു ചാറും ഉണ്ട്, കുറെ എലിവാണം പുള്ളരും ഉണ്ട്. ശങ്കര മഹാദേവ, പാട്ട് പാടാൻ എനിക്ക് പാടാ ഇങ്ങോട്ട്. പാട്ട് പാട്, അല്ലെങ്കിൽ കൊല്ലും ഞാൻ. ഒരു വെല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തം കരുതാനെ കണ്ണിൽ നിന്നെ മണിനീൽ. ഇവിടെ എന്തൊരു അഷ്ടാമൃതന്റെ ഐറ്റം ഡാൻസാ. അവന് ഇങ്ങനെയൊക്കെ കഴിവുണ്ടാ? സാറ് പാട്ട് നിർത്തിയാലേ അവൻ വയലന്റായി സാറിനെ കൊല്ലും. പിന്നെ നേരത്തെ കൊങ്ങി പിടിച്ച്. നല്ലതല്ലേ, ഒരു ദിവസം അവധി കിട്ടും. അല്ല, ഇവൻ എങ്ങനെ ജിന്ന് കയറിയത്? ആ എനിക്കറിഞ്ഞൂടാ. ആ നമ്മള് പൂ പറിക്കാൻ ഒരു വീട്ടിൽ കയറി എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഇവനൊരു മോചനം കളഞ്ഞു കിട്ടി. ആ മോചനന്റെ കയ്യിൽ കിടക്കാണ്. ദാ നോക്ക്. ഏത് വീട്ടിലാടാ നാറികൾ നിങ്ങൾ കേറിയത്? എന്നും എന്നും വള്ളികൾ പിടിച്ച് വന്നത് എന്തിനാ? സാറേ, ആ തോട്ടുകര കഴിഞ്ഞിട്ട് ഒരു കാട് പിടിച്ച വീടുണ്ടല്ല, അവിടെ കുറെ പൂക്കളും ഉണ്ടായിരുന്നു. കുറെ പ്ലക്കി നമ്മള്. ബസുമതിയുടെ വീട്, മരിച്ച വീട്. ബസുമതി, അത് ബിരിയാണി വെക്കണ റൈസ് അല്ലേ? എടാ പൊട്ട, ഒരു മാസം മുമ്പ് ബസുമതി എന്ന് പറയുന്ന നർത്തകി ജീവനൊടുക്കിയ വാർത്ത ന്യൂസിൽ കേട്ടത് ഓർമ്മയില്ലേ? വാ, ഡപ്പാങ്കുത്ത് പാട്ടിനെ പോലെ സ്റ്റെപ്പ് ഇടാനെടുത്ത ആ പെണ്ണും പുള്ള കലാതിലകം വേണമെന്ന് പറഞ്ഞു കുറെ പൊലമ്പിയില്ലേ ന്യൂസിലൊക്കെ കയറി. ആ അത് തന്നെ. ആ അവരെ വീട്ടിൽ കയറിയാണ് നീക്ക പൂ പ്ലക്കിയത്. ഈശ്വര, അപ്പൊ അവരെ മോതിരം തന്നെ ഈ തവിടുമണി എടുത്തിട്ടേക്കണത്. അവരെ ബാധ തന്നെ ഏട്ടാ കയറിയിരിക്കണത്. കൺഫേം ആയി. അവരെ പോലെ തന്നെ പാട്ട് തെക്കോട്ടും ഡാൻസ് വടക്കോട്ടും. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോ മന കുഞ്ചുവാണ്. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു വന്ന് പേരു വന്നു. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അയാളെ തന്നെ നമുക്ക് വിളിക്കാം. അയ്യോ, അയാളെ വിളിക്കരുത്. ഉള്ള എല്ലാ പ്രേത വീഡിയോയിലും അങ്ങനെ വിളിച്ച് വിളിച്ച് മടുത്ത്. ഇനി വേറെ നിർവാഹമില്ല. ഫാദർ റൊസാരിയോ. പുതിയ ആളാ? പഴയ ആള് തന്നെ, പേര് മാറ്റിയെന്നേ ഉള്ളൂ. ഓയിൻസ് അറിയണ്ട. പോയി വിളിച്ചിട്ടു. സാറ് തെലുങ്ക് പാട്ടായി. ഹലോ ഫാദർ. വരാൻ പറ്റില്ല. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ല. പറഞ്ഞാലും വരാൻ പറ്റില്ല. ഇവിടെ രഘുവിന്റെ ഫാമിലിയുടെ തന്നെ കുറെ പ്രേതങ്ങൾ പെൻഡിങ്ങിലാണ്. ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റൂ? പറ്റും. അവൻ വരും. നിങ്ങളെ രക്ഷിക്കാൻ അവനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ.
ചെകിന് ചെകിന് താം ചെകിന് ചെകിന് താം ചെകിന് ചെകിന് താം. കറക്റ്റ് വന്നു. ജഗിന് ചെകിന് താം ചെകിന് ചെകിന് താം ചെകിന് ചെകിന് താം. ആരാ? അസ്സലാമു അലൈക്കും. ഞമ്മളാണ് ഫാദർ പറഞ്ഞ ആള്, ജമാല്. കിഴമ്പും കണ്ണാലെ കുരത്തി തഴമ്പും മെയ്യാലേ നിന്റെ കാണത്ത മമ്പഴങ്ങൾ ചാടി ഞാനെന്ന് കണ്ടു. പടച്ചോനി, ഇവിടെ എന്തിനു നടക്കണ? ഇതിനാണ് നിങ്ങളെ വിളിച്ചത്. അവരുടെ പാട്ടുകൂത്തും എന്തോന്ന് ആയിക്കോട്ടെ, ഞമ്മക്ക് ഏതെങ്കിലും മൂലം മതി, അവിടെ നമ്മൾ കഴിച്ചോളാം. കഴിക്കാനാ? ഓ, ഫാദർ പറഞ്ഞു ഇവിടെ ബസ്മതി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ. ബസുമതി റൈസ് കഴിക്കാനല്ല നിങ്ങൾ അങ്ങോട്ട് വിളിപ്പിച്ച. ദേഹണ്ണ തുള്ളവന്റെ ദേഹത്തെ ബസുമതി എന്ന് പറഞ്ഞ പ്രേതം കൂടിയിട്ടുണ്ട്, അത് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഒഴിപ്പിച്ചാണ്. പടച്ചോനെ, ബസുമതി കഴിക്കാനില്ലേ? ബസുമതി ഒഴിപ്പിക്കാനായിരുന്ന? കേട്ട് തെറ്റി. ഞമ്മക്ക് എന്ന് പറഞ്ഞൂടാ, വല്ല ബറോട്ട ബീഫ് എന്തെങ്കിലും നമ്മൾ തിന്ന് നിർത്തി കളയാം, അല്ലാതെ തിന്ന് ഞമ്മക്ക് പറ്റൂല. നമ്മള് പോണ്. നിങ്ങൾ ഇതെങ്ങനെയും ഒന്ന് ഒഴിപ്പിച്ച് തരാ നോക്കി. ഒഴിപ്പിച്ചാലേ നിങ്ങൾക്ക് ബിരിയാണി അല്ല, നമ്മൾ കുഴിമന്തി ഉണ്ടാക്കി തരാം. ആ കുഴിമന്തി നിങ്ങൾ വാങ്ങിച്ചു തരുമെങ്കിൽ നമ്മള് ഹിമാലയത്തിന്റെ മണ്ടിൽ നിന്ന് എടുത്ത് ചാടിക്കളയും. പറയാം, ഏത് ഹലാക്കിനെ ഒഴിപ്പിക്കാനുള്ള? ഈ ഹലാക്കിനെയാണ് നമ്മൾ ഒഴിപ്പിക്കാം. എന്നാ പെട്ടെന്നാവട്ടെ. നിങ്ങൾ പോയി ചെമ്പിൽ വെള്ളം തിളപ്പിക്കേ. ചൂടുവെള്ളം വെച്ചെന്തെങ്കിലും പ്രയോഗം കാണുമല്ലേ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി? അതിനല്ല, ഇപ്പോഴേ ബസുമതി റൈസ് വെള്ളത്തിലിട്ടാലേ ഈ ബസുമതി കയ്യപ്പം, ആ ബസുമതി ബേബു. അതൊക്കെ പിന്നീട് ആവാ മതി. ഒരു അനക്കവും കുലുക്കവും ഇല്ല. അറബിയരുടെ പ്രേതമാണെന്നാ തോന്നുന്ന. അല്ല, മൂപ്പർക്ക് എപ്പോഴാണ് ഈ ജിന്ന് കയറിയത്? ആ കയ്യിൽ കിടക്കണ മോതിരം ഇട്ടതിന് ശേഷം. പടച്ചോനെ മോനെ, ഇത് നേരത്തെ പറയണ്ടേ? ആ മോതിരം ഊരിയ തീരാന്ന് പ്രശ്നമല്ലേ ഉള്ളൂ. മൂപ്പരെ, നിങ്ങൾ നല്ലൊരു അറബി പാട്ട് പാടിക്കാണി, നമ്മളിപ്പോ ഇത് ഊരി തരാം. ഹലമത്തി ഹബീബു ഹലമത്തി മത്തി അന്ത ഹലമത്തി ഹബീബു ഹലമത്തി മത്തി ബന്ദ ഹലമത്തി ഹബീബു ഹലമത്തി മത്തി ബന്ദ ഹലമത്തി ഹബീബു. എനിക്കെന്താ പറ്റിയത് പാർത്തു? നിനക്ക് കൂട്ട കുരു പറ്റിയത്. വെവിളിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് എന്തൊരു പറ്റിയെന്ന് പോലും. ചെവള വിളക്കം ഒന്ന് കൊടുക്കണ്ടേ? ആ കുണച്ച അഷ്ടാമൃതനെ നമുക്ക് തിരിച്ചു കിട്ടി. ഉസ്താദെ, വളരെയധികം നന്ദിയുണ്ട്. ഞാനേ പഠിപ്പിക്കുന്നത് നിർത്തി വല്ല ഗാനമേള ട്രൂപ്പ് തുടങ്ങാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണം. ഈ പോയ ഒരു മന്തി വാച്ചോണ്ട് വാ, ഇത് കൈ കിടക്കട്ടെ. കൊള്ളാല്ലേ ഉസ്താദെ? ആ മോതിരെടുത്തിടരുത്. പടച്ചോനെ, ഹലാക്കിന്റെ അബിലും കഞ്ഞി. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണുണ്ട്. അല്ലിമലർ കിളി അഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്.